ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ എന്തൊക്കെയുണ്ട് എല്ലാവർക്കും വിശേഷം? എല്ലാവരും സുഖമായിരിക്കാണല്ലോ അല്ലേ? ഞാനും ഇവിടെ അടിപൊളിയായിട്ടിരിക്കുന്നു. സോ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ കൈമുട്ടിലുള്ള ഡാർക്ക്നെസ്, അല്ലെങ്കിൽ നമ്മുടെ കാൽമുട്ട്, അണ്ടർ ആംസ്, അങ്ങനെയുള്ള ഡാർക്ക്നെസ് ഒക്കെ നമുക്ക് എങ്ങനെ മാറ്റാം എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ കണ്ടന്റ്. സോ നമുക്ക് എപ്പോഴും ആണുങ്ങളാണെങ്കിലും പെണ്ണുങ്ങളാണെങ്കിലും ആരാണെങ്കിലും എല്ലാവർക്കും ഭയങ്കര ഒരു കോമൺ ആയിട്ട് ഉള്ളൊരു പ്രോബ്ലമാണ് ഈ കൈയുടെ ഇവിടം. എനിക്കും ഉണ്ട് കേട്ടോ. കൈയുടെ ഇവിടം അല്ലെങ്കിൽ നമ്മുടെ അണ്ടർ ആംസ്, മുട്ടൊക്കെ ഭയങ്കര ഡാർക്കായിട്ടിരിക്കുക. ഇപ്പോൾ ഗേൾസിന് കൂടുതലും എന്താ പറയുക, സ്ലീവ്ലെസ് ആയിട്ടുള്ള ഡ്രസ്സ് അല്ലെങ്കിൽ ഷോർട്ട് സ്ലീവ്സ് ഇടുമ്പോൾ മുട്ടിങ്ങനെ ഇരിക്കണം, അല്ലെങ്കിൽ ഷോർട്ട് സ്കേർട്ട്സോ എന്തെങ്കിലും 3/4 കാര്യങ്ങളൊക്കെ ഇടുമ്പോൾ നമ്മുടെ കാൽമുട്ടൊക്കെ ഇങ്ങനെ ഡാർക്കായിട്ടിരിക്കണം. നമുക്ക് ഭയങ്കര ഒരു കോൺഫിഡൻസ് കുറയണ പോലെ തോന്നും. സോ അതിനൊക്കെ ആയിട്ടുള്ള ഒരു ക്വിക്ക് ഈസി റെമഡിയാണ്, ഹോം റെമഡി ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കണേ. സോ ഞാൻ കൂടുതൽ കാര്യങ്ങളൊന്നും പറയുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. സോ ഫസ്റ്റ് തന്നെ നമുക്ക് എന്തുകൊണ്ടാണ് ഇത് വരുന്നതെന്ന് നോക്കാം. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്ക് എവിടെയാണെങ്കിലും നമ്മുടെ ഫേസിലാണെങ്കിൽ നമ്മുടെ എവിടെയും പിഗ്മെൻറ്റേഷൻ വരാനുള്ള മെയിൻ കാരണം മെലാനിൻ എന്ന് പറയുന്ന ഒരു സാധനം നമ്മുടെ ബോഡിയിൽ ഒരുപാട് പ്രൊഡ്യൂസ് ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് ഡാർക്ക്നെസ് അല്ലെങ്കിൽ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പം ഇതൊരു വരാനുള്ള ഒരു മെയിൻ കാരണം അതാണ്. പിന്നെ ഒരുപാട് സൺ എക്സ്പോസ് ആകുമ്പോഴത്തേക്കും നമുക്ക് സൺ എക്സ്പോഷർ കാരണം ഇത് വരാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ്. വേറൊരു റീസൺ എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പം ഭയങ്കര ടൈറ്റ് ആയിട്ടുള്ള, ഇപ്പം അണ്ടർ ആംസിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഭയങ്കര ടൈറ്റായിട്ട് നമ്മുടെ അണ്ടർ ആംസ് ഭയങ്കര ടൈറ്റായിട്ടിരിക്കുക. അതായത് ഒരു ഫ്രിക്ഷൻ ഉണ്ടാകുമ്പോഴത്തേന് ടൈറ്റായിട്ട് ഡ്രസ്സൊക്കെ ഇട്ട് കഴിയുമ്പം അവിടവും നമ്മുടെ ഡ്രസ്സും തമ്മിലൊരു ഫ്രിക്ഷൻ ഉണ്ടാകും. അതായത് ഒരു റഫ് സർഫസുമായിട്ട് ഫ്രിക്ഷൻ ഉണ്ടാകുമ്പോഴത്തേക്ക് നോർമലി അവിടെ ഒരു ഡാർക്ക്നെസ് വരാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. ഇപ്പോൾ കൈമുട്ടിൻ്റെ കാലൊക്കെ ഇപ്പം നമ്മളിപ്പം എവിടെയെങ്കിലും ഡെസ്കിലൊക്കെ കൈ ഇങ്ങനെ ഭയങ്കര പ്രസ് ചെയ്ത് വെക്കുക, അതായത് ഒരു റഫ് സർഫസുമായിട്ട് ഒരു ഫ്രിക്ഷൻ വരുമ്പോഴത്തേക്ക് ഇങ്ങനെ ഡാർക്ക്നെസ് വരാനായിട്ടുള്ള ഒരു ചാൻസ് അതായിരിക്കും. പിന്നെ ഹോർമോണൽ ഇംബാലൻസ് കൊണ്ട് വരാൻ നമ്മുടെ കഴുത്തിലൊക്കെ ഡാർക്ക്നെസ്, ഇപ്പോൾ പ്രഗ്നൻസിയുടെ സമയത്തൊക്കെ അങ്ങനെ ഡാർക്ക്നെസ് വരത്തില്ല. ഇപ്പോൾ PCODs ഉള്ളവർക്കൊക്കെ ഇങ്ങനെ ഡാർക്ക്നെസ് കാരണം കുറച്ച് ഹോർമോണൽ ഇംബാലൻസുകൾ കാരണം ഇങ്ങനത്തെ കാര്യങ്ങൾ വരാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. പിന്നെ നമ്മുടെ സ്കിൻ ഒരുപാട് ഡ്രൈ ആയി, ഇപ്പം ഭയങ്കരമായിട്ട് നമ്മളിപ്പം ക്രീമൊന്നും യൂസ് ചെയ്യാതെ സ്കിൻ ഡ്രൈ ആയി പോവുകയാണെങ്കിലും ഡ്രൈനെസ് കാരണം അത് യൂഷ്വലി ഒരു ഇതായി മാറാം. ഇതൊക്കെയാണ് കുറച്ച് റീസൺസ് നമുക്കിങ്ങനെ വരാനായിട്ടുള്ളത്. അപ്പം ഇതിന് കുറേ കുഞ്ഞു ഇപ്പം നമുക്കൊന്നും ചെയ്യാൻ കുറേ റെമഡീസ് ഉണ്ട്, കുഞ്ഞു റെമഡീസ്. പക്ഷെ ഇന്ന് ഞാനിപ്പോൾ നിങ്ങൾക്ക് ഒരു പാക്കും പറഞ്ഞുതരാം, പിന്നെ കുറച്ച് റെമഡീസ് കാര്യങ്ങളും പറഞ്ഞു തരാം. അപ്പം നമ്മുടെ മെയിൻ ഇന്നത്തെ സംഭവം ഈ പാക്കാണ്. ഈ പാക്കിൽ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ആദ്യം ഒരു നാരങ്ങ വേണം നമുക്ക്, പിന്നെ നമുക്ക് കുറച്ച് കടലമാവ്, പിന്നെ ഒരു നുള്ള് മഞ്ഞളും കൂടി ഇടുക. ഇത് മൂന്നും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്യുമ്പോൾ ഒരു ചെറിയ പേസ്റ്റിൻ്റെ രൂപത്തിലെത്തും. അതെടുത്തിട്ട് നമുക്ക് എവിടെയാണോ ഡാർക്ക്നെസ് ഉള്ളത്, ഇപ്പം നമ്മുടെ കൈമുട്ടിലാണെങ്കിൽ കൈമുട്ടിൽ അപ്ലൈ ചെയ്യുക. ഞാനിപ്പോൾ ഇവിടെ കൈമുട്ടാണ് കാണിച്ചു തരണത്. ഇപ്പോൾ കൈമുട്ടിൽ നന്നായിട്ട് അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു 10-15 മിനിറ്റ് പോട്ടെ, ഒരു 20 മിനിറ്റ് അങ്ങനെ വെയിറ്റ് ചെയ്യുക. വെയിറ്റ് ചെയ്തിട്ട് നന്നായിട്ട് വാഷ് ചെയ്ത് കളയാം. ഇങ്ങനെ ഇത് ഫസ്റ്റ് യൂസിൽ റിസൾട്ട് വരും എന്നല്ല പറയണേ. ഇങ്ങനെ നിങ്ങളൊരു 3 പ്രാവശ്യമൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കിന് നിങ്ങൾക്ക് ചേഞ്ചസ് ഫീലായി തുടങ്ങും. എന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ വെളുത്തിട്ട് പാറുന്നൊന്നും ഞാൻ പറയുന്നില്ല. ഇങ്ങനെ കുറച്ച് ഡാർക്ക്നെസ് കുറഞ്ഞ് വരുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ആകുന്നതായിരിക്കും. പിന്നെ ഇപ്പം നിങ്ങളുടെ ഡ്രൈ ആയിട്ടുള്ള സ്കിന്നാണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഒരു ലെമൺ എടുക്കുക. ലെമൺ പിഴിഞ്ഞ് ജ്യൂസായിട്ട് എടുക്കുക. ആ ലെമണിൽ തന്നെ കുറച്ച് ഹണി ഇടുക. ഹണി ഇട്ടിട്ട് നമ്മുടെ ഇവിടെ നന്നായിട്ട് ഒന്ന് തൂത്തു കൊടുക്കുക. കാരണം ഈ ലെമൺ എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മുടെ പിഗ്മെൻറ്റേഷനൊക്കെ ഭയങ്കരമായിട്ട് കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യും. ഹണി ഒരു കൈൻഡ് ഓഫ് മോയ്സ്ചറൈസർ ആണ്. അപ്പോൾ അത് മോയ്സ്ചറൈസ് ചെയ്യുമ്പോൾ ഇപ്പോൾ ഡ്രൈനെസ് കൊണ്ടുണ്ടാവുന്ന ആ സാധനം മാറും. അതായത് നിങ്ങൾക്ക് ഡ്രൈ സ്കിൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നോർമൽ സ്കിൻ ഉള്ളവർക്ക് ഞാൻ പറഞ്ഞതും ട്രൈ ചെയ്യാം, ഞാൻ പറഞ്ഞത് ട്രൈ ചെയ്യാം. ബട്ട് അത് നിങ്ങൾക്ക് ഇറിറ്റേഷൻ പോലെയോ അല്ലെങ്കിൽ പിന്നെയും കുറച്ചും കൂടെ ഡ്രൈ ആക്കണ പോലെ ഫീൽ ആവുകയാണെങ്കിൽ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരു ലെമൺ എടുത്ത് ഹണിയും കൂടെ അതിൻ്റെ മുകളിൽ കുറച്ചിട്ടിട്ട് അത് നിങ്ങളുടെ ഈ കൈമുട്ടിൻ്റെ ഇവിടെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമുക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല, നമുക്ക് പാക്ക് ചെയ്യാൻ പറ്റില്ല, ഇങ്ങനെ കുറച്ച് ടൈം എടുത്ത് നമ്മൾ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ആസ് യൂഷ്വൽ ഞാൻ എൻ്റെ എല്ലാ വീഡിയോസിലും പറയാറുള്ള പോലെ കുഞ്ഞു കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. ഇപ്പം നിങ്ങൾ കിച്ചണിൽ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരു ടൊമാറ്റോ അല്ല പൊട്ടറ്റോ എടുക്കുക. അതിനെ ജസ്റ്റ് ഒന്ന് സ്ലൈസ് ചെയ്യുക. സ്ലൈസ് ചെയ്തിട്ട് മുട്ടിൽ ഡാർക്ക്നെസ് എല്ലായിടത്ത് തേച്ചാലും അതും നിങ്ങൾക്കൊരു അടിപൊളി നിങ്ങളുടെ പിഗ്മെൻറ്റേഷനെ മാറ്റാനായിട്ട് ഹെൽപ്പ് ചെയ്യും.
പിന്നെ നമ്മുടെ കുക്കുംബർ ഇല്ലേ, കക്കരി എന്നല്ലേ പറഞ്ഞത്, കുക്കുംബർ, ആ സാധനം എടുക്കുക. ആ സാധനം എടുത്തിട്ടും അത് ജസ്റ്റ് ഒന്ന് ജ്യൂസ് പോലെ ആക്കിയിട്ട്, അല്ലെങ്കിൽ വേണ്ട ജ്യൂസ് ആക്കാനോ വേണ്ടെങ്കിൽ പറ്റുന്നില്ലെങ്കിൽ വേണ്ട, അതും സ്ലൈസ് ചെയ്യുക, അപ്ലൈ ചെയ്യുക. ഇതൊക്കെ ഒന്ന് കണ്ടിന്യൂസ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പം എന്ത് കാര്യം നമ്മൾ എടുത്താലും നമുക്ക് അതൊന്നും എപ്പോഴും സഡൻ റിസൾട്ട് നമുക്കൊന്നിനും കിട്ടത്തില്ല. സഡൻ റിസൾട്ട് കിട്ടുന്നത് സഡനായിട്ട് തന്നെ വാനിഷ് ആയി പോവുകയും ചെയ്യും, പെട്ടെന്ന് തന്നെ പോകും. ബട്ട് നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഡെയിലി ചെയ്യുകയാണെങ്കിൽ പതുക്കെ നമുക്കൊരു നല്ല റിസൾട്ട് കിട്ടും. പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിൽ നമ്മൾ കെയർ ചെയ്യണം നന്നായിട്ട്, എപ്പോഴും ശ്രദ്ധിക്കുക, ഡ്രൈ ആക്കാതൊക്കെ നോക്കുക. അപ്പം പൊട്ടറ്റോ നിങ്ങൾക്ക് അങ്ങനെ യൂസ് ചെയ്യാം, കുക്കുംബർ യൂസ് ചെയ്യാം, അലോവേര, ബിക്കോസ് അലോവേര ഒരു മോയ്സ്ചറൈസർ ആണ്, ബ്രൈറ്റൻ ചെയ്യാനും നമ്മളെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. വേറൊരു കാര്യം, കോക്കനട്ട് ഓയിൽ. ഇതൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ഡ്രൈനെസ് ഇസ് ഒരു കോമൺ ആയിട്ടുള്ള ഒരു കാരണമാണ് നമുക്കിത് ഡാർക്ക്നെസ് വരാനായിട്ടുള്ളത്. അപ്പോൾ ഈ അലോവേര, അതുപോലെ തന്നെ കോക്കനട്ട് ഓയിൽ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഡ്രൈനെസ്സിനെ മാറ്റാൻ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. വേറൊരു കാര്യം ഞാൻ പറയാം, ഇതും ഒരു പാക്ക് പോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് കുറച്ച് കേർഡ് എടുക്കുക. കേർഡ് എടുത്തിട്ട് പിന്നെ നമ്മുടെ ഓട്സില്ലേ, ഏത് ഓട്സ് വേണമെങ്കിലും എടുക്കാം കേട്ടോ, നിങ്ങളുടെ കയ്യിലുള്ള ഓട്സ് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്യുക. ക്രഷ് ചെയ്തിട്ട് ഈ കേർഡിൽ ഇത് മിക്സ് ചെയ്തിട്ട് നിങ്ങളുടെ ഡാർക്ക്നെസ് ഉള്ള മുട്ടിലും ഇപ്പോൾ കൈമുട്ടിലോ അണ്ടർ ആംസിലോ അവിടെയൊക്കെ ജസ്റ്റ് അപ്ലൈ ചെയ്തിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യുമ്പോൾ ഒരു ചെറിയ ഡ്രൈനെസ് പോലും, അത് കഴിഞ്ഞത് അത് വാഷ് ചെയ്ത് കൊടുക്കുക. പിന്നെ കേർഡൊക്കെ ചിലർക്ക് ഇറിറ്റേഷൻ ഉണ്ടാവും, ഞാൻ എൻ്റെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ഏത് ഐറ്റമാണോ അലർജിക് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ യൂസ് ചെയ്യാതിരിക്കുക. അപ്പം അത് ഞാൻ എപ്പോഴും എടുത്ത് പറയുന്നില്ല, നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് എന്താണ് അലർജി ആയിട്ടുള്ളത്, അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ മാക്സിമം യൂസ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. ഇത് ഞാൻ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് കുഴപ്പമില്ലാത്ത കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നത് കേട്ടോ. അപ്പം ഇത് നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്യാം. പിന്നെ നമുക്ക് നമ്മൾ കെയർ ചെയ്യുക നമ്മളെ തന്നെ, അതായത് മോയ്സ്ചറൈസ് ചെയ്യുക, ഇടയ്ക്ക് എപ്പോഴും ക്രീംസ് കാര്യങ്ങൾ എപ്പോഴും ഇടാൻ ശ്രമിക്കുക. പിന്നെ ഇപ്പോൾ കയ്യിലൊക്കെ ആണെങ്കിലും എന്താ പറയുക, സൺസ്ക്രീൻ മുഖത്ത് മാത്രമല്ല കയ്യിലും ഒക്കെ ഇടുക. കാരണം നമ്മൾ പുറത്ത് പോകുമ്പോൾ സൺ എക്സ്പോസ് ആകുമ്പം നമുക്ക് കൈ എല്ലായിടവും ടാൻ ആകും. അതുപോലെ തന്നെ പ്രത്യേകിച്ച് ഇവിടെ ടാൻ ഒക്കെ കൂടുതലായതുകൊണ്ട് ഭയങ്കരമായിട്ട് പിന്നെയും ഇതാവാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ എന്താ പറയുക, ഭയങ്കര ടൈറ്റ് ആയിട്ടുള്ള ഇത്, അല്ലെങ്കിൽ ഒരു ഫ്രിക്ഷൻ ഉണ്ടാവുന്ന പോലത്തെ കാര്യങ്ങളും, റഫായിട്ട് ഇതാവുന്ന പ്രഷർ കൊടുക്കുക. ഇപ്പോൾ ഇവിടെയൊക്കെ വെച്ചാൽ നമുക്ക് പ്രഷർ കൂടുതൽ ചെല്ലുന്നതുകൊണ്ടാണ് ഇവിടെ ഡാർക്ക്നെസ് വരാൻ കാരണം. നമ്മളിങ്ങനെ ഭയങ്കര ടൈറ്റ് ആയിട്ടുള്ള ഡ്രസ്സ് ഇടുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ഒരു ഞാൻ പറഞ്ഞ പോലെ ഡെസ്കിലോ ടേബിളിലോ ഒക്കെ കൈയൊക്കെ ഇങ്ങനെ കുത്തി വെക്കില്ലേ, അതുകൊണ്ടാണ് നമുക്ക് ഈ ഭാഗത്തൊക്കെ മുട്ടിനൊക്കെ ഇങ്ങനെ കറുപ്പ് വരാനായിട്ടുള്ള ചാൻസ്. അപ്പം അങ്ങനെ ഫ്രിക്ഷൻ ഉണ്ടാവുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ മാറ്റാൻ കുറച്ച് അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക. നമ്മൾ ഈ പാക്ക് ചെയ്യണോടെ നമ്മളും കൂടെ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മാത്രമേ ഇതൊക്കെ നമുക്ക് മാറ്റാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയിരിക്കും, ഈസിയാണ് എൻ്റെ ഹാക്കുകളെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഇഷ്ടങ്ങൾ ഓരോ ലൈക്കായിട്ട് രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ കൂടെയുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണം. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്കുള്ള ഡൗട്ട്സും കാര്യങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിൽ ഒന്ന് ചോദിക്കാൻ ഞാൻ അതിനൊക്കെ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി ഒരു അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ നെക്സ്റ്റ് മീ നിമിഷ. ബൈ.